ഒരു ദിവസമേ പാസ്ത കഴിക്കാനുള്ള ഭയങ്കര ക്രേവിങ്സ്. സൊമാറ്റോ നോക്കിയപ്പോൾ ആണെങ്കിലോ ഒരു അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റിന് 350 ഉണ്ടായിരുന്നു. അപ്പം ഞാനോർത്ത് കുറച്ചുകൂടി കാശ് കൂട്ടുകയാണെങ്കിൽ എനിക്കൊരാഴ്ച കഴിക്കാനുള്ള പാസ്തയും ബാക്കി സാധനങ്ങളും ഒക്കെ ബ്ലിങ്കിൽ നിന്ന് വാങ്ങിക്കാം. 8 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ ഞാൻ കുറച്ച് പാസ്തയും വെജിറ്റബിൾസും ഒക്കെ ഓർഡർ ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കത്തിൻ്റെ ഒരു 3 ടൈപ്പ് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രീനും റെഡും യെല്ലോയും. പിന്നെ കുറച്ച് സ്വീറ്റ് കോണും. അത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച പാസ്ത റെഗുലറായിട്ട് വാങ്ങിക്കുന്നതെന്നും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഷെൽ ടൈപ്പ് പാസ്തയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ പാസ്ത വേവിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് ഇച്ചിരി ഉപ്പും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ പാസ്ത ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ? അറിയാത്തവർക്കാട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽസ് പറയുന്നത്. എന്നിട്ട് ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ എടുത്തിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാ വെജിറ്റബിളും ഇടാം. ഇതിനകത്ത് സ്വീറ്റ് കോൺ മാത്രം എപ്പോഴും കേട്ടോ, കാരണം ഞാൻ എടുത്തത് ഫ്രോസൺ ആയതുകൊണ്ടും അതിന് ഇച്ചിരി വേവ് കുറവായതുകൊണ്ടും നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ വെന്ത് വന്ന പാസ്ത ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നല്ല തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കും. നല്ല സെപ്പറേറ്റ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്ന പിന്നെ ആണ് ഞാൻ സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. കുറച്ച് എണ്ണയും അത്രയും അളവിൽ തന്നെ ബട്ടറും കൂടെ ഇട്ടിട്ട് 1-2 ടീസ്പൂൺ മൈദ ഉണ്ടല്ലോ അതാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്തോട്ട് ഇഷ്ടംമാതിരി പാലൊഴിച്ചോ. പാലൊട്ടും പിശുക്ക് കാണിക്കണ്ട കേട്ടോ, കാരണം ഇതിരിക്കും തോറും കുറുകി വരും. ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പാലൊഴിച്ചോ. ഇനി ഇച്ചിരി കട്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിനകത്തോട്ട് ചില്ലി ഫ്ലെക്സും ഓർഗാനിയും കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ചീസിൻ്റെ ആ ഒരു സ്ലൈസ് വരത്തില്ലേ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക, മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിനകത്ത് വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സെയിം ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ട് മഷ്റൂമൊക്കെ വേവിച്ച് അതിനകത്ത് ഇടുകയാണെങ്കിൽ നല്ല ക്രീമി മലായി മഷ്റൂം കറിയാവും കേട്ടോ. വെജിറ്റബിൾസ് പുലാവിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ വല്ലപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പാസ്ത കഴിക്കാനായിട്ട്. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇതിന് തന്നെ 300-350 ആയിരിക്കും കേട്ടോ ഡെലിവറി ചാർജും കൂടെ. സൊമാറ്റോന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 പേർക്ക് കഴിക്കാനുള്ളതും അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ 3-4 തവണ എടുത്ത് കഴിക്കാനുള്ളതും ഉണ്ടാവും കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഉണ്ടാക്കാനുള്ള മൂടും ക്ഷമയൊക്കെ ആണ് കേട്ടോ. എന്നിലത് ഇഷ്ടംമാതിരി ഉണ്ട്, കാരണം കിച്ചണിനകത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ മൂഡ് അങ്ങോട്ട് പോകണം. പിന്നെ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതാകുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ബൈ.